നമസ്കാരം. അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്ക് യൂറോപ്പിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി ഉയരുന്ന സാഹചര്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ വേദിയിൽ ശ്രദ്ധേയമാകുന്നത്. ഇറാനെ ലക്ഷ്യമിട്ട് US മുന്നോട്ട് കൊണ്ടുപോകുന്ന നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്നതിൽ പൂർണ്ണമായ അനുകൂല നിലപാട് സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന ശക്തമായ സന്ദേശമാണ് സ്പെയിൻ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. സൈനിക ശക്തിയും നയതന്ത്ര സ്വാധീനവും ഒരുമിച്ച് ഉപയോഗിച്ച് ലോകരാഷ്ട്രീയത്തിൽ ആധിപത്യം നിലനിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് സ്വന്തം സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരുന്നത് വലിയ മാറ്റത്തിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. സ്പെയിൻ പ്രതിരോധ മന്ത്രി മർഗരീത്ത റോബിൾസ് വ്യക്തമാക്കിയതനുസരിച്ച് ഇറാനെതിരായ ആക്രമണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ US സൈനിക വിമാനങ്ങൾക്ക് സ്പെയിനിന്റെ വ്യോമപാത ഉപയോഗിക്കാൻ അനുമതി നൽകില്ല. ഇത് സൈനിക തലത്തിൽ തന്നെ നേരിട്ട് ബാധകമായ ഒരു ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈനിക ഇടപെടലുകൾ നടത്തുമ്പോൾ US സാധാരണയായി സഖ്യരാജ്യങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സൗകര്യങ്ങളെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ ഈ അവസരത്തിൽ സ്പെയിൻ എടുത്ത നിലപാട് ആ പിന്തുണ എല്ലായ്പ്പോഴും ഉറപ്പുള്ളതല്ല എന്ന കാര്യമാണ് തുറന്നുകാട്ടുന്നത്. ഇതോടെ മാത്രമല്ല, അമേരിക്കയ്ക്കൊപ്പം പ്രവർത്തിക്കുന്ന സൈനിക താവളങ്ങൾ സ്പെയിനിന്റെ മണ്ണിൽ ഉപയോഗിക്കുന്നതിനും മുൻപേ തന്നെ അനുമതി നിഷേധിച്ചിരുന്നു എന്നത് ഈ തീരുമാനത്തിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. സൈനിക വിമാനങ്ങൾക്ക് വ്യോമപാതയും താവള സൗകര്യങ്ങളും ഒരുമിച്ച് ലഭ്യമാകാതെ വരുമ്പോൾ യുദ്ധതന്ത്രങ്ങൾ നടപ്പാകുന്നത് കൂടുതൽ സങ്കീർണമാകും. അതിനാൽ ഈ നടപടികൾ USന്റെ സൈനിക പദ്ധതികളെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് ഇറാനെതിരായ നീക്കങ്ങൾ പോലെ സങ്കീർണവും സംഘർഷഭരിതവുമായ സാഹചര്യങ്ങളിൽ ഓരോ രാജ്യത്തിന്റെയും സഹകരണം നിർണായകമാണ്. സ്പെയിനിന്റെ ഈ നിലപാട് നാറ്റോ സഖ്യത്തിനുള്ളിലെ വിരോധങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്കും വഴിതെളിക്കുകയാണ്. US നയിക്കുന്ന സൈനിക സഖ്യമായ നാറ്റോയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ എല്ലായ്പ്പോഴും ഒരേ നിലപാട് കൈക്കൊള്ളണമെന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ചില യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് നയങ്ങളെ കുറിച്ച് മുൻപ് മുതൽ സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളതും ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. അതിനാൽ സ്പെയിനിന്റെ തീരുമാനം ഒറ്റപ്പെട്ട ഒരു പ്രതികരണം മാത്രമല്ല, മറിച്ച് വലിയൊരു രാഷ്ട്രീയ പ്രവണതയുടെ ഭാഗമാകാൻ സാധ്യതയുള്ള നീക്കമായാണ് കാണപ്പെടുന്നത്. ഇറാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എപ്പോഴും അതീവ സൂക്ഷ്മമായവയാണ്. ആ പ്രദേശത്തെ ശക്തി സമത്വം തകരുമ്പോൾ അതിന്റെ പ്രതിഫലനം ആഗോളതലത്തിൽ അനുഭവപ്പെടാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ സൈനിക ഇടപെടലുകൾക്ക് പകരം നയതന്ത്ര മാർഗങ്ങൾ തേടണമെന്ന നിലപാടാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും സ്വീകരിക്കുന്നത്. സ്പെയിൻ ഇപ്പോൾ എടുത്ത തീരുമാനവും അതിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. സംഘർഷം വർദ്ധിപ്പിക്കുന്ന നീക്കങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും സമാധാനപരമായ പരിഹാരങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുകയാണ് സ്പെയിനിന്റെ ലക്ഷ്യമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതേസമയം ഈ സംഭവ വികാസം അമേരിക്കയുടെ ആഗോള നേതൃത്വത്തെ കുറിച്ചുള്ള ചർച്ചകൾക്കും പുതിയ വഴിത്തിരിവ് സൃഷ്ടിക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോകരാഷ്ട്രീയത്തിൽ പല കേന്ദ്രങ്ങളിലുള്ള ശക്തി സമവാക്യം രൂപപ്പെടുന്നുവെന്ന വിലയിരുത്തലുകൾ ഉയർന്നു വരുന്നുണ്ട്. ചൈന, റഷ്യ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഏകാധിപത്യ സ്വാധീനം ക്രമേണ കുറയുന്നുവെന്ന അഭിപ്രായവും ശക്തമാവുകയാണ്. ഈ പശ്ചാത്തലത്തിൽ സ്വന്തം സഖ്യരാജ്യങ്ങൾ പോലും നിർണായക വിഷയങ്ങളിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നത് ആ പ്രവണതയെ കൂടുതൽ വ്യക്തമാക്കുന്ന ഘടകമായാണ് വിലയിരുത്തപ്പെടുന്നത്. സ്പെയിനിന്റെ ഈ തീരുമാനം അമേരിക്കയ്ക്ക് ഒരു താൽക്കാലിക തടസ്സം മാത്രമോ അല്ലെങ്കിൽ ദീർഘകാല നയതന്ത്ര വെല്ലുവിളികളുടെ തുടക്കമോ എന്നത് ഇനി കാണേണ്ടതാണ്. അതിനിടെ ലോകം മുഴുവൻ ഈ വിഷയത്തെ ഉറ്റുനോക്കുകയാണ്. അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും ഈ പുതിയ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇറാനുമായി ബന്ധപ്പെട്ട സംഘർഷം ഏത് ദിശയിലേക്ക് നീങ്ങും? യൂറോപ്പിലെ മറ്റു രാജ്യങ്ങൾ സ്പെയിനിന്റെ നിലപാട് പിന്തുടരുമോ എന്നതെല്ലാം അടുത്ത ദിവസങ്ങളിലാണ് വ്യക്തമാകുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്ക് മുന്നിൽ ഒരു ശക്തമായ സ്റ്റോപ്പ് സിഗ്നൽ ഉയർന്നിരിക്കുകയാണ്. അത് യൂറോപ്പിന്റെ ഹൃദയഭാഗത്തു നിന്ന് തന്നെയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത.